ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലോക ഫ്രോഡായ അവന്റെ ബീവി ആവുന്നേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നാ അവള് പറഞ്ഞേക്കുന്നത്. ഇതിപ്പം നീ വന്ന് എന്റെ സമാധാനം കൂടി ഇല്ലാതാക്കിയല്ലോ. എന്റെ ചേച്ചി, ഇതൊക്കെ കൊണ്ടാ ഞാൻ ഈ രജിസ്റ്റർ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇത്രയും ബലം പിടിക്കുന്ന. രോഹിത്, എനിക്കിതെപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഇതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ? ഇല്ല, ഇനി എന്റെ രോഹിത്തിന് അങ്ങനെ മാറാൻ കഴിയില്ല. കാരണം ഇപ്പൊ രോഹിത്തിന്റെ ഉള്ളിൽ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു മനുഷ്യനുണ്ട്. നമുക്ക് അച്ഛനെ അമ്മയൊന്ന് പോയി കാണണം. ഞാൻ മൂലം ഉണ്ടായ നഷ്ടങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും ഒക്കെ ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. രോഹിത് ഒന്ന് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാ മതി. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരതൊക്കെ മറക്കും. കാരണം രോഹിത്തിനെ അവർക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചായ കുടിക്കെന്തായാലും. ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും ഒരു ഹണിമൂണിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങി. ഈ ദിശമാറ്റം നമുക്കല്പം അപകടമാണ്. അയ്യോ, ഞങ്ങള് വന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇത് നിങ്ങൾക്ക് കൂടി കയറി വരാൻ അവകാശമുള്ള വീടല്ലേ? നിങ്ങൾക്കും കൂടിയല്ല, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടാ. ഞങ്ങൾക്ക് മാത്രം സ്വന്തമായ വീട്. മോനെ രോഹിത്തെ, എന്താ നിന്റെ ഉദ്ദേശം? എന്താണ് പ്ലാൻ? അതെനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത്രമേൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വീടുമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നടാ? നിനക്കറിയാവുന്നതല്ലേ, നിനക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത പ്രോപ്പർട്ടി ആയത്. എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരെ പോലെ നന്നായിട്ട് ജീവിക്കണം. ജീവിച്ചോ, നീ നന്നായിട്ട് തന്നെ ജീവിച്ചോ. പക്ഷേ അത് എന്റെ മുതൽ കണ്ടിട്ടാവരുത്. ഒന്നുകിൽ നീ എനിക്കിത് തിരിച്ചെഴുതി തരണം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ പണം കിട്ടണം. എനിക്കിപ്പോ ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല. എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ വഴി നോക്കും. നോക്കാതെ വേറെ വഴിയില്ല. നീയാ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അതിവിടെ ഇപ്പോ നീ വിളിച്ചു വരുത്തിയിരിക്കുക. അതായത് നിന്റെ അന്തകനായി നീ നിന്നെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെ തന്നെ മാത്രം. എടാ, ഇത് ശരിക്കും ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാ. ചേച്ചി, ഞങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലെ മുതിർന്നവർ, അതായത് അച്ഛനോടും അമ്മയോടും ഒക്കെ ആലോചിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെ എന്നാ ഞാൻ പറഞ്ഞത്. നമ്മുടെ അച്ഛന്റെ കാര്യം ചേച്ചിക്ക് അറിയാലോ. പിന്നെ അമ്മ ഒരിക്കലും ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിക്കില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിന്ന് 2ാം സ്ഥാനമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നതൊന്നും ഒരിക്കലും നിന്റെ അമ്മ അംഗീകരിക്കുകയില്ല. വീട്ടിലെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാ ചേച്ചി മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തി തരണമെന്ന് പറഞ്ഞത്. ഒരാളും അറിയാതെ ഞങ്ങളിത് രഹസ്യമായിട്ട് വെച്ചോളാം. ഒരു കുഴപ്പമില്ല. വേറൊരാൾക്കും അവളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാഞ്ഞിട്ടാ ചേച്ചി. അവളുടെ വീട്ടുകാരോട് മുട്ടിനിൽക്കാനുള്ള കഴിവും എനിക്കില്ല. അപ്പോ ഇങ്ങനൊരു ലോക്ക് ഇപ്പൊ ചെയ്തു വെച്ചാ ഭാവിയിൽ അത് ഗുണം ചെയ്യുമല്ലോ. ശരി, ഇനിയിപ്പോ നമ്മളിത് ചെയ്തു വെച്ചു എന്ന് തന്നെ വിചാരിക്ക. ഭാവിയിൽ നിന്റെ വീട്ടുകാര് നിങ്ങളെ രണ്ടുപേരെയും സ്വീകരിക്കുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അമ്മ
അമ്മ ഇവളെ മരുമകളാക്കി വീട്ടിലേക്ക് വലതുകാലം വെപ്പിച്ച് കേറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എവിടെ താമസിക്കും? ശരി, ഇനിയിപ്പോ നിങ്ങൾ ഒരു വീടെടുത്ത് എവിടെയെങ്കിലും താമസിച്ചു എന്ന് വെക്കാം. ഈ നൂർജഹാന്റെ ബന്ധുക്കള് നിങ്ങളെ എവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? ഒരു വഴി എനിക്ക് പറഞ്ഞതാ. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വഴി കണ്ടുപിടിക്ക. നമുക്ക് എന്നിട്ട് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അപ്പോഴേക്കും അവളുടെ വിവാഹം നടത്തും. ഇപ്പൊ തന്നെ അതിനുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക അവളുടെ മാമാടെ മോൻ. ലോക ഫ്രോഡായ അവന്റെ ബീവി ആവുന്നേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നാ അവള് പറഞ്ഞേക്കുന്നത്. ഇതിപ്പം നീ വന്ന് എന്റെ സമാധാനം കൂടി ഇല്ലാതാക്കിയല്ലോ. എന്റെ ചേച്ചി, ഇതൊക്കെ കൊണ്ടാ ഞാൻ ഈ രജിസ്റ്റർ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇത്രയും ബലം പിടിക്കുന്ന. എടാ, നീ നിന്റെ അമ്മയെ വിളിച്ച് എനിക്ക് താ. അല്ലാതെ ഞാൻ വിളിച്ച നിന്റെ അമ്മ എടുക്കില്ല. ഞാൻ സംസാരിക്കാം. അത് ശരിയാവില്ല ചേച്ചി. ഈ വിവരമെങ്ങാനോ അമ്മ അറിഞ്ഞ എനിക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാനേ പറ്റില്ല. എന്നെ ഈ തരത്തിലാക്കിയത് ശാരദാമ്മയും ചേച്ചിയും കൂടെ ആണെന്ന് വിചാരിച്ച് വെറുതെ ഉള്ള ശത്രുത കൂടത്തേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. നീ എന്തായാലും ഇന്ന് പോണ്ട. ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് ഇന്നിവിടെ നിൽക്ക. നാളെ പോവാം. നീ അകത്തേക്ക് വാ. രാഘവേട്ട, പിള്ളേരെ പോലെ പിണങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്ക്. എനിക്ക് തീരെ വിശപ്പില്ല ഭാമേ, എന്നെ നിർബന്ധിക്കണ്ട. വിശപ്പുണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും കഴിച്ചോ? അത് കഴിച്ചില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഈ വാശി? വിശപ്പില്ല, അത്ര തന്നെ. രാഘവേട്ട കഴിച്ചേ. രാഘവേട്ട. ശരി, അപ്പോഴേക്ക് രണ്ടുപേരും കൂടി വീണ്ടും വഴക്കായ? എടാ, ഇവിടെ വഴക്കൊന്നുമില്ലടാ, വിശപ്പില്ലടാ, അത്ര തന്നെ. അച്ഛാ, നേരത്തെ അമ്മ ചായ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ കഴിച്ചില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ കഞ്ഞി കൊണ്ടുവന്നപ്പോഴും അച്ഛൻ കഴിക്കുന്നില്ല. എന്താ അച്ഛ ഇതെല്ലാം? അമ്മയ്ക്ക് വിഷമാവില്ലേ? ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? വേറൊന്നും വേണ്ട. അമ്മ ഇതേ കഞ്ഞി കോരി തരുമ്പോ അച്ഛൻ വായ ഒന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. അമ്മ ഒന്ന് കൊടുത്തേ, അച്ഛൻ കഴിക്കും. വച്ച തുറക്കച്ച, വെറുതെ മസിൽ പിടിച്ചിരിക്കാതെ. അമ്മ കൊടുത്തേ കഴിക്കാന്. അച്ഛാ. അമ്മേ, അമ്മ ഇനി പലഹാര സാധനങ്ങള് വീട് വീടാന്തരം വിൽക്കാനൊന്നും പോണ്ട. അച്ഛന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ നിന്നാ മതി. അപ്പൊ നമ്മൾ ഈ കടക്കാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന വാക്കോ? നമ്മളെ ആശ്രയിച്ച് അവർക്ക് സ്ഥിരം കൊടുത്തോണ്ടിരിക്കുന്നവരെയൊക്കെ ഒഴിവാക്കി അവരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുക.